പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. ഞാൻ ബുധനെ നമസ്കരിക്കുന്നു. സൗമ്യനും വളരെ സൗമ്യനായ സൗമ്യ ഗുണോപേതങ്ങൾ, നല്ല സൗമ്യങ്ങളായ ഗുണങ്ങളോടുകൂടിയ ആ ബുധനെ ഞാനിതാ നമസ്കരിക്കുന്നു സാധനം. പ്രിയമുള്ള പ്രേക്ഷകരെ, സ്വന്തം ക്ഷേത്രത്തിൽ നിന്നും മിഥുനത്തിൽ നിന്നും ബുധനിത തൻ്റെ ശത്രുക്ഷേത്രമായ കർക്കിടക രാശിയിലേക്ക് വന്നിരിക്കുന്നു. കേവലം 12 ദിനങ്ങൾ മാത്രമാണ് ബുധൻ കർക്കിടകത്തിലുണ്ടാവുക. പക്ഷേ ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ്. അതിനാൽ ബുധനെ കൊണ്ട് ധാരാളം നന്മകൾ, അത് ഗുണമാണോ ദോഷമാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഈ ഒരു വീഡിയോകൾ എന്ന് ഞാൻ പറയട്ടെ. മേടൻ രാശി മുതൽ 12 രാശിയിലേക്കുള്ള ബുധൻ്റെ ചാരവശാലുള്ള സഞ്ചാരം ഓരോ രാശിക്കാർക്കും എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. കേവലം 12 ദിവസങ്ങളാണ് ഞാൻ പറഞ്ഞു ബുധൻ കർക്കിടക രാശിയിൽ നിൽക്കുന്നു. പിന്നീട് ഇതേ ബുധൻ വക്രിയായി വീണ്ടും തൻ്റെ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിലേക്ക് വരുന്നുമുണ്ട്. അത് വളരെ ഗുണമായിരിക്കും. വക്രനസ്തു മഹാവീര്യാഹ, ഒരു ഗ്രഹം വക്രിയായി വരുമ്പോൾ അത് വളരെയധികം വീര്യത്തെ പ്രദാനം ചെയ്യപ്പെടുമെന്ന് പറയുന്നു. ജൂൺ 22 കർക്കിടകത്തിൽ പ്രവേശിക്കുന്ന ബുധൻ ജൂലൈ മാസം 7-ാം തീയതി തിരിച്ച് വക്രിയായി മിഥുനത്തിലേക്ക് പോകുന്നു. ഈ വക്രിയായ ബുധൻ വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യുമെന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഏതായാലും ഈ കർക്കിടക രാശിയിൽ നിൽക്കുന്ന ബുധൻ എപ്രകാരം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യും ഓരോ രാശിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുനരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഒരു അനിഷ്ടഭാവത്തിൻ്റെ കർത്താവാണ് കുംഭൻ രാശിക്കാർക്ക് ബുധൻ. അവരുടെ അഷ്ടമാധിപനാണ്. മറ്റൊരു വിഷയം, അവരുടെ 5-ാം ഭാവാധിപനാണ്. 5-ാം ഭാവാധിപൻ അവരുടെ ബുദ്ധി, സന്താനങ്ങൾ, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ് 5-ാം ഭാവം. അതിൻ്റെ അധിപനായ ഗ്രഹമായ ബുധനാണ് 6-ാം ഭാവത്തിൽ നിൽക്കുന്നത്. ഈ 6-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നത് നല്ലതാണോ? നല്ലതല്ല. വളരെയധികം ക്ലേശങ്ങൾ കുംഭൻ രാശിക്കാർക്ക് ബുധൻ പ്രദാനം ചെയ്യും. സ്വതവേ കുംഭൻ രാശിക്കാർക്ക് വ്യാഴവും ശുക്രനും ഒക്കെ 6-ലാണ്. ഇവിടെ ധർമ്മദൈവ സങ്കേതങ്ങളിൽ യഥാശക്തി അവിടെ പ്രീതി ചെയ്ത് അവിടെ അന്നദാനവും വിളക്കിലേക്ക് എണ്ണയും തിരിയും ഒക്കെ സമർപ്പിച്ചിട്ട് ധർമ്മദേവ പ്രീതി ചെയ്തേ മതിയാവുകയുള്ളൂ. വളരെയധികം ശത്രുക്കൾ വരും. വിലപ്പെട്ട രേഖകൾ മൂലം പ്രയാസങ്ങൾ വരും. പൂർവികമായ സ്വത്തിൻ്റെ വിഷയത്തിൽ രേഖ ഒരു വലിയ ബുദ്ധിമുട്ടായി വരും. രേഖ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ പട്ടയം ലഭിക്കില്ല. ഈ വക ധാരാളം അപകടങ്ങൾ പതിയിരിക്കുന്ന സമയങ്ങളാണ്. വളരെ ജാഗ്രത പാലിക്കുക, അല്ലെങ്കിൽ വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെട്ടു പോവുക. തൻ്റെ വാക്കുകൾ തന്നെ താൻ വളരെയധികം ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മെ കള്ളനാക്കുന്ന ഒരു അവസരമാണ് ഇവിടെ സംജാതമാകുന്നത്. 6-ാം ഭാവത്തിൽ നിൽക്കുന്നു എന്നൊരു ദോഷമുണ്ട്. 6-ാം ഭാവത്തിൽ എല്ലാ ഗ്രഹങ്ങളും വന്നാൽ അതൊരു ഉപജയരാശിയാണ്. ഉപജയ വർധനവിനെ സൂചിപ്പിക്കുന്നു. ചിലപ്പോൾ അതീവ വസുമത് യോഗം ഉള്ളതുകൊണ്ട് ധന ലാഭങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ ആ ധനം സമ്പാദിക്കുവാനും അതിൻ്റെ കൈവശം എത്തിച്ചേരുവാനും വളരെയധികം ബുദ്ധിമുട്ടുകൾ വരുമെന്ന് അറിയണം കുംഭൻ രാശിക്കാർ. നിർബന്ധമായും നരസിംഹക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക. ശത്രുദോഷ പരിഹാരമായി ശത്രുസംഹാര കുരുതിയൊക്കെ ചെയ്യുക. ഓം ലക്ഷ്മി നരസിംഹമൂർത്തയെ നമഃ എന്ന് ജപിക്കണം. ജപിച്ചേ മതിയാവുകയുള്ളൂ, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരും. രേഖയില്ലാതെ ഒരു കാശ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒപ്പിട്ട് കൊടുക്കാനോ പാടില്ല. ചതിക്കപ്പെടും. നമ്മുടെ സ്വന്തം ആളുകൾ പോലും നമ്മളെ വഞ്ചിക്കുന്നൊരവസ്ഥ സംജാതമാകും. വളരെ ശ്രദ്ധിക്കണം. മക്കളുമായി ശത്രുത വരും. മക്കളുമായി അനാവശ്യമായ വാഗ്വാദങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അതിനാൽ പലപ്പോഴും മക്കളുടെ കാര്യത്തിലൊക്കെ തന്നെ ക്ലേശങ്ങൾ വരും. പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യുക. നന്ദി, നമസ്തേ.